വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 26 ദിവസമായി തുടർന്നു വന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ച് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ തിരക്കിട്ട് നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ സർക്കാർ വഴങ്ങിയതോടെയാണ് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമുണ്ടായത്. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനയായ CJP നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണച്ചായിരുന്നു സോനം വാങ്ചുക്കിന്റെ സമരം. കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയ ഉറപ്പുകളെ തുടർന്ന് ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. Government is positive on not registering cases against those protesting peacefully at Jantar Mantar in Delhi and those participating in the march to the Parliament on July 20, 2026. The government has already assured threadbare discussions to find solutions to paper leaks and educational reforms for exams in the Parliament. Besides, the government is also positively considering suitable compensations for the suicide victims of recent NEET paper leaks. Sensitivity towards the children who have been victims, towards the youth who were peacefully protesting on those dates, and that both the ruling party and MPs from the opposition have assured me that their discussions will happen on the floor of the Parliament regarding reforms in the examination system like NEET and others, and that we will also be discussing about the accountability of such lapses, and that we'll all make sure that such things never happen. No child, no parent will have to go through what these 20 children and their parents had to go through. I'm happy that you have assured me that, and I'm sure, as the children have been demanding, at the suitable time, I'm no one to dictate, you will take accountability in the ministry with the minister. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളാവുകയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തതോടെയാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടത്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ആരോഗ്യമന്ത്രി JP നഡ്ഡ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ചുമതലയുള്ള സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി 4 മണിക്കൂറോളം നീണ്ട സുപ്രധാന ചർച്ച നടത്തി. വാങ്ചുക്കിന്റെ ജീവന് പ്രഥമ പരിഗണന നൽകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോയുമായി ഫോണിൽ സംസാരിക്കുകയും സർക്കാരിന്റെ അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും നേരിട്ട് ആശുപത്രിയിലെത്തി സർക്കാരിന്റെ ഉറപ്പുകൾ രേഖാമൂലം കൈമാറിയതോടെയാണ് 26 ദിവസം നീണ്ട നിരാഹാരം വാങ്ചുക് അവസാനിപ്പിച്ചത്. സർക്കാർ നൽകിയ പ്രധാന ഉറപ്പുകൾ ഇവയൊക്കെയാണ്. CJP പ്രതിനിധികളുമായി വെള്ളിയാഴ്ച നിഷ്പക്ഷമായ ഒരു വേദിയിൽ വെച്ച് സർക്കാർ ചർച്ചകൾ നടത്തും. DOPT ചട്ടക്കൂട്ടിന് കീഴിലുള്ള പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇതിന് ഉടൻ തന്നെ ക്യാബിനറ്റ് അംഗീകാരം നൽകും. 2026 ജൂലൈ 20 നടന്ന പാർലമെന്റ് മാർച്ചിലും ജന്തർ മന്ദറിലെ സമാധാനപരമായ പ്രതിഷേധങ്ങളിലും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല. നീറ്റ് ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെക്കുറിച്ചും പാർലമെന്റിൽ ചർച്ച ചെയ്യും. നീറ്റ് വിവാദത്തിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാർ പരിഗണിക്കും. വാങ്ചുക് സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് എത്രയും വേഗം പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഉപവാസം അവസാനിപ്പിച്ചതിന് ശേഷം ലഡാക്കിലേക്ക് മടങ്ങാനാണ് തന്റെ ആഗ്രഹമെന്ന് വാങ്ചുക് വ്യക്തമാക്കി. എന്നാൽ ഇതിനു മുൻപായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായി താൻ സംസാരിക്കുമെന്നും അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഉറപ്പുകളിൽ വിശ്വാസമർപ്പിക്കാനും സമാധാനപരമായി മുന്നോട്ടു പോകാനും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടും. സമരത്തിൽ സാമൂഹിക വിദഗ്ധർ നുഴഞ്ഞു കയറുന്നത് തടയാൻ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും സോനം വാങ്ചുക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.